ഓം ഗം ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ ഋഷി ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഇലക്ഷൻ്റെ റിസൾട്ടെല്ലാം വന്ന് പടക്കം പൊട്ടിക്കേണ്ടവർ പടക്കം പൊട്ടിച്ചു, ചിരിക്കേണ്ടവർ ചിരിച്ചു, കരഞ്ഞേണ്ടവർ കരഞ്ഞു. ഏതായാലും അതിൻ്റെ ഓരോരുത്തരുടെ വിജയവും പരാജയവും സർവ്വസാധാരണം. വിജയം നേടിയവർ അഹങ്കരിക്കാതിരിക്കുക, പരാജയപ്പെട്ടു പോയവർ തളരാതിരിക്കുക. ഇനിയും അവർക്ക് അവസരങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. ബ്ലാക്കും വൈറ്റും ഇരുളും വെളിച്ചവും ജീവിതത്തിൽ മാറി മാറി വരും. എന്നും ഇരുണ്ട് കിടക്കുക അതില്ല. എന്നും വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കാൻ അതും സാധിക്കില്ല. അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ സത്യമാണ്. ജീവിതത്തിൽ തന്നെ ഇതിൻ്റെ രണ്ട് വശവും കണ്ട മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊക്കെ കൃത്യമായ വിലയിരുത്തലുണ്ട്. അത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ബാധകമാണ്. ഞാനതിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് രാഷ്ട്രീയക്കാരനെ ഒഴിവാക്കി നിർത്താനാവില്ലല്ലോ. അവനും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ. ഇപ്പോൾ ഒരു കോളുണ്ട്. ഹലോ. ഹലോ. കുറച്ച് മെല്ലെ പറയൂ, എന്താ ഭയങ്കര ശബ്ദം. ഹലോ പറയൂ. 1976 സെപ്റ്റംബർ 7 രാവിലെ 6:50. ആരുടേതാണെന്നും പറയൂ. എൻ്റെ തന്നെ. അവിട്ട നക്ഷത്രം. അതെ അതെ. എന്താണ് അറിയേണ്ട വിഷയം പറയൂ. അല്ല, ഇപ്പൊ ആകെ എല്ലാം വിഷമം, ശാരീരികമായി മാനസികമായിട്ടൊക്കെ വിഷമത്തിലുണ്ട്. അതെ, വളരെ വളരെ ശരിയാണ്. രാഹുദശയിൽ ശനിയുടെ അപഹാരമാണ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട പീരീഡ് കൂടിയാണ്. അത് തുടങ്ങിയിട്ട് 9ാം മാസമാണ് തുടങ്ങിയത്. 3 മാസമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന കഠിനമായ അവസ്ഥയിലേക്ക് വരിക. പക്ഷേ ഈശ്വരാനുഗ്രഹമുള്ളവളാണ്. അതുകൊണ്ട് എല്ലാം എല്ലാം ഈശ്വരാനുഗ്രഹമുള്ള ജാതകക്കാരിയാണ്. അതുകൊണ്ട് ഒരു പരിധിയിലപ്പുറം പേടിക്കേണ്ടതില്ല. പക്ഷെ പേടിച്ചു പോകുന്ന സന്ദർഭം തന്നെയാണ്. എന്തായാലും പൈസക്ക് ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കുന്നു. അതാണ് അതുകൊണ്ട് എല്ലാത്തിനും മറികടക്കാൻ പറ്റുമല്ലോ. പണമല്ലേ പ്രധാന ഘടകം. ദാരിദ്ര്യം വന്നാൽ പോയില്ലേ, അത് സമാധാനിക്കും. അങ്ങനെ സമാധാനിക്കും. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ജാതകക്കാരിക്ക് ഒരിക്കലും പണത്തിന് മുട്ടുവരില്ല എന്നൊരു ബലമുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ സമാധാനിച്ചൂടെ. ഉണ്ട് വിഷമം ഞാൻ പറഞ്ഞല്ലോ. ഈ ജ്യോതിഷം പഠിച്ചവർക്ക് ശനിയിൽ രാഹുവിൻ്റെ അപഹാരം എന്ന് പറഞ്ഞാൽ അത്രമാത്രം മോശമായ സമയമാണ്. അത് ഈ ജ്യോതിഷം പഠിച്ച നമുക്കൊക്കെ അറിയാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ശനിദശ മൊത്തം തന്നെ 12ലെ ശനിയാണ്. അത് ആ ശനി തുടങ്ങിയ മുതലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം നല്ലതാണെങ്കിൽ കുറച്ചു കാലം മോശമായിരിക്കും. അത് പല രൂപത്തിൽ വരും. അത് 2012 തുടങ്ങിയതാണ്. അത് തീരാനായിപ്പോയി. 31 തീരുക. അതിലേറ്റവും മോശപ്പെട്ടൊരു പീരീഡാണ് ഇപ്പം തുടങ്ങിയത്, രാഹുവിൻ്റെ അപഹാരം. അത് 2.5 കൊല്ലം. ഇനി 2.5 കൊല്ലം. അല്ല, ഫുള്ളായിട്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. പക്ഷേ മൊത്തത്തിലൊരു 2.5 കൊല്ലം അത്ര വലിയ ഒരു ഗുണമില്ലാത്ത കാലഘട്ടം തന്നെ ആയിരിക്കും നിങ്ങൾക്ക്. അതിൽ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം, വീഴ്ച വളരെ ശ്രദ്ധിക്കണം. ഈ ജോയിൻറ്റിനൊക്കെ പെയിൻ അനുഭവപ്പെടാം, പിന്നെ നടുവേദന അനുഭവപ്പെടാം.
ഇങ്ങനെയുള്ള പിന്നെ ശല്യപ്പെടുത്തുന്ന രോഗങ്ങൾ ഒരു എടുത്തു പറയാനുള്ള രോഗമല്ല, പക്ഷെ നിങ്ങൾക്ക് തന്നെ പല പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന രൂപത്തിലുള്ള അവസ്ഥകൾ വരാം. അപ്പോൾ അതൊക്കെ ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് 49 വയസ്സും ആയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സാധാരണഗതിയിൽ ഒരു സ്ത്രീ ആവുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ഊർജം ഒക്കെ കുറച്ച് താഴോട്ട് പോകുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഇതാക്കുക. ജോലി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് അല്ല, ഈ ഭർത്താവ് 7-ാം ഭാവാധിപനും കൂടിയാണ്. ഭർത്താവ് 12-ൽ നിൽക്കുകയാണ്. 7-ാം ഭാവാധിപൻ 12-ൽ നിന്ന് കഴിഞ്ഞാൽ ദാമ്പത്യത്തിലും വേണ്ടത്ര തൃപ്തി ഉണ്ടാവില്ല, അലവസരങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയും. ചെറിയ, അങ്ങനെ വലിയ രൂപത്തിലല്ല, ചെറിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അതിലും ഉണ്ടാവും. ഇവിടെ ഉണ്ടോ അല്ല വിട്ടു നിൽക്കുന്നതിൻ്റെ ആണെങ്കിൽ പിന്നെ അധികം പ്രശ്നം ഉണ്ടാവില്ല. ആഴ്ചക്ക് അത് ശരി. അത് തന്നെ വിട്ടു നിൽക്കുകയാണെന്നുള്ള ബലമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതാണെങ്കിൽ സമാധാനം. വിട്ടു നിൽക്കുമ്പം കുറേയല്ല അതിൽ തീരുമെന്നാണ്. ദാമ്പത്യത്തിന് പൂർണ്ണത വരാൻ പാടില്ലെന്നാണ് ഈ ജാതകം വെച്ചിട്ട്. 7-ാം ഭാവാധിപൻ 12-ൽ നിന്നാൽ ദാമ്പത്യത്തിൽ അപൂർണത സംഭവിക്കുമെന്നാണ്. ചില ആൾ വിദേശത്ത് സ്ഥിരമായിട്ട് നിൽക്കും. ഇതിങ്ങനെ ആഴ്ചയിൽ 8 ദിവസം ഒന്നിച്ചുണ്ടല്ലോ, അത്രയും സമാധാനം. അതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് അതും കുറച്ച് സമാധാനം കിട്ടി. എന്നാലും കണ്ടു കഴിഞ്ഞാൽ അടി കൂടും. നിങ്ങൾ അവിടെ പോയാലാ സ്നേഹം കൂടുക. അല്ല, ശരിയല്ലാതെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? അപ്പം ഇതൊക്കെ നമുക്കറിയില്ലേ. അതുകൊണ്ട് ഇതെല്ലാം ഞാനിത് അത്ര കണ്ടുപോയതാ. അതുകൊണ്ട് ഏതായാലും പേടിക്കാതിരിക്കൂ. എല്ലാം പിന്നെ ആയുസിനൊന്നും ഒരു ഭർത്താവിനായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ കേസരി യോഗല്ലേ, ആയുസൊക്കെ ഗണിക്കാൻ പറ്റാത്ത ആയുസല്ലേ. ഇതൊക്കെ കണ്ട് പേടിച്ചു പോകുന്നും വേണ്ട. ഇതൊക്കെ ചെറിയ അസുഖങ്ങളും ചെറിയ പ്രയാസങ്ങളും ഇതൊക്കെ ഇല്ലാതെ ആരാണ് ഉള്ളത്? അതും പറയൂ. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളില്ലേ. എന്നെ വെറുതെ ഇങ്ങനെ ഇതാവാതിരിക്കൂ, വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കൂ. പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങി. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇല്ലാണ്. ഇപ്പൊ കാർ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒട്ടും ശരിയാവുന്നില്ല. അത് വേഗം ശരിയാക്കണം. ഇപ്പം തന്നെ വൈകിയില്ലേ, ഒരുപാട് വൈകിപ്പോയില്ലേ. ഇതിനു മുമ്പേ നിങ്ങൾ ഇതാക്കേണ്ടതല്ലേ. അതൊക്കെ ഒരു 35 വയസ്സിൽ ലൈസൻസ് അല്ല, ലൈസൻസ് ഉണ്ട്. ഞാൻ 2 വീലർ ഓടിക്കുന്നുണ്ട്. പക്ഷെ കാറ് പിന്നെ ഓടിച്ചിട്ടില്ലായിരുന്നു. കാറ് പെട്ടെന്ന് ലെവലാക്കൂ. കാറ് പിന്നെ അതൊന്നും നമ്മൾ സമയം നോക്കിയിട്ട് കാര്യമുണ്ട്. ഇനി ഇപ്പം തന്നെ 49 വയസ്സായി. ഇനിയും ഏജ് കൂടുന്തോറും അതിന്റെ പ്രയാസം വരുമല്ലോ ചെയ്യാ. അല്ല, ഇപ്പൊ ഏകദേശം 1 വർഷമായി പഠിക്കാൻ തുടങ്ങും. പക്ഷേങ്കിൽ പഠിക്കാൻ പോകും, പിന്നെ എന്തെങ്കിലും തടസ്സങ്ങളാവും, പിന്നെ അങ്ങനെ പോകാൻ പറ്റൂല. അങ്ങനെ ഓരോരോ കാരണങ്ങൾ, അപ്പൊ അസുഖവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പഠിക്കാനേ ആവുന്നില്ല. നിങ്ങൾക്കിതിനെ മറികടക്കാൻ ചെറിയ എന്തെങ്കിലും ഈ പരിഹാരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ബന്ധപ്പെടും. അതാണ് നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾക്കൊരു ഒരു ധൈര്യം തരാൻ ഞാൻ. അതേ പറ്റുള്ളൂ. അതിനെക്കൊണ്ട് നിങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടു പോകും. നമുക്ക് നോക്കാം. കാറ് നിങ്ങളുടെ സ്വന്തം കാറല്ലേ? അപ്പോൾ ഞാൻ അതിലകത്ത് വെക്കാനുള്ള ചില സാധനങ്ങളൊക്കെ തരാം. അതൊക്കെ ഒരു മാനസിക ധൈര്യത്തിനാണ്. പണ്ടൊരാൾ പറഞ്ഞ പോലെ നമ്മളെ ചരട് കെട്ടുന്ന ആൾക്കാർ നല്ല എന്താണ് പാവപ്പെട്ട മനസ്സുള്ളവന് അത് വലിക്കും. അച്യുതാനന്ദൻ്റെ കയ്യിൽ കെട്ടിയാൽ വലിക്കൂല എന്ന് പണ്ട് ഒരു കക്ഷി പറഞ്ഞതുപോലെയാണ്. നിങ്ങൾക്കൊക്കെ അതൊക്കെ വലിക്കും. കാരണം മാനസികമായിട്ട് കുറച്ച് ധൈര്യം കിട്ടും. നിങ്ങൾ ഒന്ന് എന്നെ ബന്ധപ്പെടൂ കേട്ടോ. പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും വെച്ചിട്ട് 3 വർഷമായ നമ്മളെവിടെ കൊണ്ടുവച്ചിട്ടൊന്നുമില്ല. അത് നിങ്ങൾ പ്രശ്നചിന്തയിലാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിവിടെ നമ്മൾ ചിന്തിക്കുന്ന വിഷയമല്ല. അത് നിങ്ങൾ പ്രശ്നചിന്ത നടത്തിയിട്ട് ശരി നോക്കിക്കോളൂ. ഓക്കെ. പിന്നെ കുട്ടികളൊക്കെ നല്ല എത്തുക. അതൊക്കെ എത്തുന്നു. നിങ്ങൾ വേജാറാവാതെ. കുട്ടികളൊക്കെ എങ്ങനെ പഠിക്കുക? അങ്ങനെ നല്ല ജോലി കിട്ടുമോ? പിന്നെ എന്താണെന്ന്, വ്യാഴം തെളിഞ്ഞ ജാതകക്കാരിയല്ലേ. മക്കൾ നല്ല നിലയിലായി വരും. നിങ്ങൾ ഓരോന്നും വെറുതെ മനസ്സമാധാനം കേടാക്കുന്നതല്ലേ. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം തൽക്കാലം ഇപ്പോൾ അതേ കാര്യമുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വണ്ടിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ ഒന്ന് നേരിട്ട് ബന്ധപ്പെടുക. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ ഈ വാഹന ഡ്രൈവിങ്ങിനെ കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞതാണ്. കഴിയുന്നിടത്തോളം വളരെ ചെറുപ്പത്തിൽ തന്നെ അത് പഠിച്ചെടുക്കാൻ നോക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു ഡ്രൈവറായി തീരാൻ സാധിക്കുള്ളൂ. കുറേ പ്രായം കൂടുന്തോറും അതിനുള്ള റിസ്ക് കൂടുതലാണ്. റിസ്ക് അലൈൻമെൻറ്റ് എന്ന് പറയും. ആ റിസ്ക് അലൈൻമെൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട്
ചെറിയ പെൺകുട്ടികളോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ നേരത്തോടെ ഡ്രൈവിങ് ശരിയാക്കി എടുക്കണം. കുറച്ച് പ്രായം കൂടുന്തോറും നല്ല, ഇപ്പോൾ ഉദാഹരണം എൻ്റെ, സത്യം പറഞ്ഞാൽ എൻ്റെ 3 മക്കളെയും ഞാൻ മടിയിലിരുത്തിയിട്ടാണ് സ്റ്റിയറിങ് ലെവലാക്കിയത്. മൂകാംബികയിൽ നിന്ന് അന്നൊക്കെ വരുമ്പോൾ കാട് പ്രദേശമായിരുന്നു, പിന്നെ വലിയ വാഹന തിരക്കൊന്നുമില്ല. ഇന്നിപ്പോൾ അവിടെയും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രമാത്രം ഒഴിഞ്ഞ റോഡായിരിക്കും. അപ്പോഴാണ് ഈ 8 വയസ്സിലെല്ലാം ഉള്ള കുട്ടീനെ മടിയിലിരുത്തിയിട്ട് സ്റ്റിയറിങ്, അത് ഇന്ന് MBA പിന്നെ കണ്ടു കഴിഞ്ഞാൽ പണിയാവും, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെയുള്ള റോഡിൽ അന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിപ്പോയി. അത് സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങളൊക്കെ മൈതാനത്ത് കൊണ്ടുപോയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പിന്നെ അങ്ങനെ ഒരു തിരക്കില്ലാത്ത റോഡ് രാത്രി വരുമ്പോൾ എൻ്റെ വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ എല്ലാ മാസവും അക്കാലത്ത് വണ്ടി എടുത്ത് പോകും. അപ്പോൾ പിന്നെ എൻ്റെ വീട് പണിയൊക്കെ നടക്കുന്ന തിരക്കുള്ള സമയമായതുകൊണ്ട് തിങ്കളാഴ്ച രാത്രി അങ്ങോട്ട് പോയി, ചൊവ്വാഴ്ച എൻ്റെ ലീവ് ദിവസം ചൊവ്വാഴ്ച രാത്രി ഇങ്ങോട്ട് വരിക, അതായിരുന്നു എൻ്റെ രീതി. അപ്പോൾ അങ്ങനെ ഈ പിന്നെ എന്താണ്, മക്കളെ 3 പേരെയും മടിയിലിരുത്തിയിട്ട് ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ് ലെവലാക്കി ഞാൻ. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പം നല്ല മിടുക്കന്മാരായ ഡ്രൈവേഴ്സാണ്. പിന്നീട് 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് എടുത്തു, അവർ വണ്ടി ഓടിക്കാൻ, അത് വേറെ കാര്യം. വണ്ടി മറ്റ് 18 തികയുന്നതിന് മുമ്പ് ഞാൻ ഒരുത്തനും വണ്ടി കൊടുത്തിട്ടുമില്ല. ഈ പറയുന്ന 18 ശേഷം അവരോട് പോയിട്ട്, പിന്നെ അവർക്ക് വലിയ കാര്യമായ പണിയില്ല ഈ 8 വയസ്സിൽ സ്റ്റിയറിങ് ലെവലായതുകൊണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അത് മക്കളെ അങ്ങനെ പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അത്തരം റോഡ് ഇപ്പോൾ ഇല്ല ഒരു സ്ഥലത്തും. അതുകൊണ്ട് എൻ്റെ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ 8 വയസ്സുള്ള കുട്ടിയെ മടിയിൽ ഇരുത്തിയിട്ട് MBA പിടിച്ചിട്ട് കേസ് ചാർജ് ചെയ്തതിന് ഞാൻ ഉത്തരവാദിയല്ല. ആ ഇന്ദുലാൽ എൻ്റെ 25,000 പോയി എന്ന് പറഞ്ഞ് കരയാൻ നിൽക്കണ്ട. 25,000 മറ്റാ ഫൈന്. അത് ഞാനിതന്ന് മൂകാംബിക കാട്ടിൽ വെച്ച് ചെയ്തതാണ്. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആയഞ്ചേരി, വടകര. നിങ്ങളുടെ ബാലം കുരിക്കൾ ഇപ്പോൾ ഇല്ലല്ലോ അല്ലേ? നല്ല ഭയങ്കര കുരിക്കളായിരുന്നില്ലേ അല്ലേ? പറയൂ, ഡേറ്റ് പറയൂ. 1973 നവംബർ 14 വൈകുന്നേരം 6:50. ആരുടേതാണ്? എൻ്റെ ഭർത്താവിൻ്റെ. എന്താണ് ഭർത്താവിനെ കൊണ്ട് അറിയേണ്ട വിഷയം? ഇപ്പം പിന്നെ ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ട്, പിന്നെ മനസ്സിനാകെ ടെൻഷനൊക്കെയാണ്. ജോലി ചെയ്യുന്നുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ. എവിടെയാ? നാട് വിട്ടിട്ടാണോ ഉള്ളത്? ഇവിടെ ഉണ്ടോ? അല്ല, കൂടെ ഇല്ല. ശരി. ഞങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. ഇപ്പോൾ സമയം വളരെ പിഴവാണ്. കേതുദശയിൽ രാഹുവിൻ്റെ അപഹാരം ഈ ജൂലൈ മാസം തുടങ്ങി, അടുത്ത ഓണം വരെ ഉണ്ടത്. അപ്പോൾ ഏറ്റവും സമയത്തിൻ്റെ പിഴവ് തന്നെയാണ്. പിന്നെ ജാതകത്തിൽ വ്യാഴം നീചത്തിൽ നിൽക്കുന്നവർക്ക് പിന്നെ എന്താണ്, മനസ്സിന് ശക്തി ഉണ്ടാവില്ല എന്ന് പറയുന്നു. എല്ലാം ചങ്കുറപ്പ് വളരെ കുറഞ്ഞ മനുഷ്യരായിരിക്കും അവരെന്നാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ എല്ലാം എന്താ പറയുക, ചങ്കുറപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ മനുഷ്യന്, അത് വളരെ കുറഞ്ഞ മനുഷ്യനാണിത്. വ്യാഴത്തിന് അഷ്ടമാധിപത്യ ദോഷം ഉണ്ട്, ഒപ്പം അതിന് നീചവും വന്നു കഴിഞ്ഞാൽ വളരെ മോശമായി അതിൻ്റെ അവസ്ഥ. ഒപ്പം ചന്ദ്രന് ശനിയോഗം, കൂടുതൽ മാനസികമായ അസ്വാസ്ഥ്യങ്ങൾക്ക് വരെ സാധ്യതയുള്ള ജാതകമാണിത്. അത് മൊത്തം അത് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ശുക്രൻ്റെ അപഹാരഘട്ടത്തിലായിരിക്കും, സ്വാപഹാരം. അതായത് ഈ 2029 ശേഷം ഒരു 3 കൊല്ലം ശുക്രൻ്റെ സ്വാപഹാരം അത് വളരെ മോശപ്പെട്ട ഫലങ്ങൾ ചെയ്യും. അത് ആ സമയത്ത് ഇയാൾ തീരെ ദുർബലനായി പോകാം. അപ്പോഴേക്കും വയസ്സ് 55 ആവുമല്ലോ.
അങ്ങനെ അതായത് പുരുഷൻ്റെ ഹോർമോണെല്ലാം ഉള്ളോട്ട് വലിഞ്ഞ ആൻഡ്രോപോസ്, നിങ്ങളുടെ സ്ത്രീകൾക്കുള്ള മെനോപോസ് പോലെ പുരുഷന്മാർക്കൊരു ആൻഡ്രോപോസ് ഉണ്ട്. അതായത് അവരുടെ ഹോർമോൺ പുറകോട്ട് പോകുന്ന സമയം. അപ്പോൾ അതും കൂടി വരുമ്പോൾ ദുർബലനായി മാറാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ 55 ശേഷം പെട്ടെന്ന് കരയുക, ഒരു അത് 3 കൊല്ലം. അപ്പോൾ അതിനെയൊക്കെ ദൈവികതയിലൂടെ വേണം മറികടക്കാൻ. പക്ഷെ അത്തരത്തിലുള്ള താല്പര്യം കുറഞ്ഞ ആൾ തന്നെയാണെന്ന് തോന്നുന്നു. വലിയ താല്പര്യം കാണുന്നില്ല. ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് ആരാധനയിലേക്ക് വിശ്വാസം മാത്രം പോരാ. വിശ്വാസമുണ്ടെന്നുള്ളത് അത് വേറെ കാര്യം. വിശ്വസിക്കാനോ അവിശ്വസിക്കാനോ ദൈവം പറയുന്നില്ലല്ലോ. എന്നിട്ടിപ്പോൾ അവിശ്വാസികൾക്ക് വേറെ പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആരാധനയാണ് ഞാൻ പറയുന്നത്. ആരാധന നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ ഒന്ന് നേരിട്ട് ബന്ധപ്പെടുത്തൂ. എന്നിട്ട് ഞാനുമായിട്ട് സംസാരിക്കട്ടെ. നിങ്ങൾ വടകരയിൽ നിന്നും നിങ്ങൾക്ക് എന്നെ വന്ന് ബുക്ക് ചെയ്ത് കാണാം. അയാൾ ഇനി വന്നു കഴിഞ്ഞാൽ അങ്ങനെ അയാളോട് പറയൂ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് കാര്യം, നമുക്ക് ഒന്ന് നോക്കിക്കളയാവുന്നു. കാരണം ഇത് കൂടുതൽ മോശമായി, അതായത് ഇപ്പോൾ ഉള്ള കേതുവിൻ്റെ ദശ അത് തീരാൻ 29, അത് കഴിഞ്ഞ് 3 കൊല്ലം, അതായത് മൊത്തത്തിൽ ഇനി വരുമ്പോൾ 4, 3, 7 വർഷത്തോളം ഈ സമയത്തിൻ്റെ ദോഷമുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. മോശം ടോട്ടൽ. അതിൽ എല്ലാ സമയവും ഒരേപോലെ മോശമല്ല. ചില ദോഷാനുഭവങ്ങൾ ഈ 7 കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടാവുമെന്ന് മാത്രം. 7 കൊല്ലം തുടർച്ചയായിട്ട് അങ്ങനെ മോശം അങ്ങനെ ജ്യോതിഷത്തിലില്ല. ഒരു പിരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിരീഡിൻ്റെ അകത്ത് എല്ലാ സമയവും മോശം എന്നൊന്നുമില്ല. ചില ദോഷാനുഭവങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. മറ്റല്ലാതെ മൊത്തം 7 കൊല്ലവും വളരെ തകർന്നു പോകുന്നു അങ്ങനെയൊന്നും അർത്ഥമാക്കണ്ട. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. പറയാതെ വേണ്ടാതെ ചിന്തിച്ചിട്ട് പിന്നെ ആകെ ഇന്ദുലാൽ പറഞ്ഞു എല്ലാം മോശമാണെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ. അങ്ങനെ ഇല്ലാതെ പറഞ്ഞിട്ട് എന്താണ്? അങ്ങനെ പറയാൻ പാടില്ല. ചില ദോഷാനുഭവങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഈ മനസ്സിൻ്റെ അവസ്ഥ ഈ ജാതകത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് മനസ്സ് തളർന്നു പോയി കഴിഞ്ഞാൽ മനുഷ്യനാകെ തകർന്നില്ലേ? എല്ലാം നമ്മളുടെ മെൻ്റൽ പവർ കൊണ്ടല്ലേ നമ്മളെല്ലാത്തിനെയും അതിജീവിച്ച് വരിക, ഓവർകം ചെയ്യുക. ആ ഓവർകം ചെയ്യാനുള്ള ശക്തി പോയില്ലേ? അതല്ലേ ഒരുത്തനെ തകർക്കണമെങ്കിൽ ആദ്യം അവൻ്റെ മനോവീര്യത്തെ തകർക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. അത് പൊതുവെ സമൂഹത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നല്ലേ. ആദ്യം മനസ്സിനെ തകർക്കാൻ പറ്റുമോ എന്ന് നോക്കും, എന്നിട്ട് മാത്രമേ അത് മനസ്സ് തകർന്നാൽ സാമ്പത്തികം തകരും, ആരോഗ്യം തകരും, എല്ലാം തകരും. അപ്പോൾ ഇത് പരസ്പരം വലിയ പൈസയുടെ ബുദ്ധിമുട്ട് വരുന്ന ഒരു ജാതകക്കാരനല്ല. ചെറിയ പിന്നെ കയ്യിൽ എത്ര വന്നാലും നിൽക്കില്ല, അതെവിടെയോ പോകും. അതങ്ങനെയാണ്. അത് പണ്ട് മുതലേ അയാൾ അങ്ങനെയാണ്. എങ്ങനെയോ പൈസ വരും, അത് തീർന്നു പോകും. അതങ്ങനെ തന്നെ. ആയുസിന് അത് പിന്നെ എന്താ ഒരു മുറിച്ച് പറയാനാവില്ല എനിക്ക്. ഞാനത് അങ്ങനെ അങ്ങോട്ട് മുറിച്ച് പറയുന്നില്ല. ന്യായമായ ആയുസ് കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങളൊന്ന് അയാളെ നേരിട്ട് തന്നെ മുട്ടിക്കുന്നത് നല്ലതാ. ഓക്കെ, നിങ്ങളുടെ സൗകര്യം പോലെ. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ എന്താണ്, നേരത്തെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡ്രൈവിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കുട്ടിക്കാലത്തെ അത് പഠിക്കാൻ നോക്കുക. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഉടനെ ലൈസൻസ് എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി കൂടുതൽ പിന്നെ ലൈസൻസിൻ്റെ എന്തൊക്കെയോ ഭയങ്കര കർശനമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ പ്രായം കൂടിക്കഴിഞ്ഞ് അവർക്ക് വളരെ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ലൈസൻസ് എടുക്കാൻ എവിടെയും ലൈസൻസിന് വാല്യൂ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെന്തൊക്കെ ഇവിടെ അമെൻഡ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. കാരണം അതിവിടെ വേണം, അല്ലെങ്കിൽ ഇവിടെ വാഹനപ്പെരുപ്പം കൂടുതലാണ്. തമിഴ്നാട്ടിലെ റോഡല്ല, കർണാടകത്തിലെ റോഡല്ല ഇവിടെ. റോഡ് എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ, പക്ഷേ വാഹനം അവിടെ സിറ്റിയിൽ മാത്രമേ വാഹനങ്ങളുടെ ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് മറ്റൊരു വാർത്ത വായിച്ചു. 1 കോടി വണ്ടി കാറുകളിപ്പോൾ ബാംഗ്ലൂർ നഗരത്തിലുണ്ടെന്നാണ്. അപ്പോൾ 1 കോടി വണ്ടി
ബാംഗ്ലൂർ നഗരത്തിലും അത് ഈ ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നഗരം മാത്രമാണ് മൈസൂർ, ബാംഗ്ലൂർ, മംഗലാപുരം ഇത്തരത്തിലുള്ള വലിയ മഹാനഗരങ്ങൾ കർണാടകത്തിൽ, അതേപോലെ തമിഴ്നാട്ടിലാണെങ്കിലും മദ്രാസ്, കോയമ്പത്തൂർ, ട്രിച്ചി ഇങ്ങനെയുള്ള നഗരങ്ങളുണ്ട്. ഈ നഗരങ്ങളിൽ മാത്രമേ വാഹനത്തിൻ്റെ പെരുപ്പം ഉണ്ടാവും. ഗ്രാമങ്ങളിലേക്ക് മാറിയാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും പാള കൊണ്ട് കോണകമുടുത്ത് നടക്കുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. 5 കൊല്ലം മുമ്പേയും കൂടി പോയപ്പോൾ കണ്ടതാണ്. സേലം കിള്ളിക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ വയലിലൂടെ സഞ്ചരിക്കുമ്പോൾ കൂമ്പാള, നമ്മൾ പഴയ കൂമ്പാള എന്ന് പറയും, ആ കൂമ്പാള കൊണ്ട് കോണമുടുത്ത ഒരു പാവത്തിനെ വയലിൽ ജോലി ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ കാറ് നിർത്തി കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. സത്യമാണ്. ഇത് വേറെ ആൾ പറഞ്ഞിട്ട് പറയുന്നൊന്നല്ല. സേലത്ത് നിന്ന്, സേലത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ ചിന്നസേലത്ത് നിന്ന് തിരിഞ്ഞു പോകണം ആണ് കിള്ളിക്കുറിച്ചി. അതായത് ഏതാണ്ട് കേരള ബോർഡർ കഴിഞ്ഞ് 300 ചില്ലറ കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അതിൻ്റെ അപ്പുറം പിന്നെ വൃദ്ധാചലം, അങ്ങനെ അവിടെ ഏറ്റവും വലിയ ശിവക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കി നിന്ന് പോയി. ഇതാണ് അവിടുത്തെയൊക്കെ അവസ്ഥ. അവിടെയൊന്നും വണ്ടിയേ ഇല്ല. എൻ്റെ ഈ വണ്ടി കണ്ടിട്ട് കുറേ പേര് എൻ്റെ വണ്ടിയേയും നോക്കുന്നുണ്ട്. ഇവിടെ എന്താ മറ്റേ ഇവൻ്റെ എന്താ അവൻ്റെ പേര്, ഒരു ജ്വല്ലറിക്കാരനില്ലേ, ബോബി ചെമ്മണ്ണൂർ, അവൻ്റെ 10 കോടിയുടെ വണ്ടി റോൾസ് റോയ്സ് വെച്ചാൽ പോലും ആരും തിരിഞ്ഞു നോക്കൂല. ഇന്നതാ കാര്യം. അതുകൊണ്ടാണ് ചങ്ങായി കുറേ കാലം തുള്ളിക്കളിച്ചത്. നോക്കുമ്പോൾ കോടതി പറഞ്ഞ് അധികം കളിക്കണ്ട. ഇപ്പം നമ്മൾ പാവൻ രാഹുൽ ഈശ്വർ, ഇപ്പം എനിക്ക് അവനോട് സങ്കടം തോന്നാൻ തുടങ്ങി. അവൻ എത്ര ദിവസമായി കിടക്കുന്നു, ആര് ചോദിക്കാനും പറയാനും ഇല്ലാതായി. അവന് സങ്കടമുണ്ട്. അവൻ അനുഭവിച്ച് കഴിഞ്ഞല്ല, അവനെ കോടതി പുറത്ത് വിടേണ്ടതാണ്. ഇനിയും അവനെ പിടിച്ചു വെക്കുന്നത് ശരിയല്ല. അതിന് മാത്രം എന്താ അപരാധാവം ചെയ്ത്. ഓരോരോ യോഗം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചെറുകുന്ന്. പറയൂ, ഡേറ്റ് പറയൂ. 2003 സെപ്റ്റംബർ 14 രാവിലെ 10:58. സെപ്റ്റംബർ 14. ഓ ആ, രാവിലെ 10:58. ഓക്കെ. എന്തോ ഒരു എക്കോ അടിക്കുന്നു. കുറച്ചൊരു അവിടുത്തെ ഒരു ഇത് കുറക്കും, വോളിയം കുറക്കും. രാവിലെ 10:58. ഓക്കെ. ആരാണിത്? എന്താണ് അശ്വതിക്കാരി? മോളെ വിദ്യാഭ്യാസം. നോക്കിപ്പോൾ നടക്കുന്ന ശുക്രദശയല്ലേ? എന്താണ് വിദ്യാഭ്യാസം? ഒരുവിധം എല്ലാം പോകുന്നില്ലേ? ജോലി ഇപ്പൊ സൂര്യദശയിലല്ലേ ശരിയാവുക? സൂര്യൻ പറഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. 26 10-ാം മാസത്തിന് ശേഷം ഏറ്റവും നല്ലതും. ജോലിക്ക് അതാണ് നല്ലത്. കറക്റ്റായിരിക്കും. ആ സമയത്ത് റെഡി ആയിരിക്കും. ആ ബാങ്കിൽ തന്നെ കയറാനുള്ള സർവ്വയോഗമുണ്ട്. നിങ്ങൾ കല്യാണമൊക്കെ എപ്പോൾ വേണമെങ്കിൽ നടക്കട്ടെ എന്ന്. ഇതാരും പെണ്ണിന് ഭയങ്കര ഡിമാൻഡല്ലേ. ഇപ്പൊ പെണ്ണല്ലേ തീരുമാനിക്കുന്നു കല്യാണം വേണോ വേണ്ടിയോ. ആണിന്റെ കാര്യമല്ലേ കട്ടപ്പോക. നമ്മളെല്ലാം അന്ന് ജനിച്ചുകൊണ്ട് പെണ്ണിനെ കിട്ടിയെന്നല്ലാതെ അല്ല ഇന്നാണെങ്കിൽ പെണ്ണിനെ കിട്ടുമോ? അതെ, വിദ്യാഭ്യാസം ഇതൊക്കെ നന്നായി വരും. വളരെ സൂപ്പർ ജാതക പോരെ. ഓക്കെ ശരി. അപ്പോൾ പെണ്ണിന് കല്യാണം നടക്കുമെന്ന് എന്താ ചോദ്യം? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ആണിൻ്റെ അമ്മമാരാണ് അത് ചോദിക്കേണ്ടത്. ഒരു പെണ്ണിൻ്റെ അമ്മ ഇത് ചോദിക്കണ്ട. പെണ്ണൊന്ന് മൂടേ വേണ്ടു.
നമ്മളെ നാഗസൈരന്ധ്രി മൂളിയ പോലെ ആ മോളുന്നിട്ട് അങ്ങനെ മൂളണം. വാസ്വാമി ഞങ്ങൾ നൃത്തമെല്ലാം ചെയ്തിട്ടുണ്ട്, നന്നായി നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പം അതേപോലെ ഒന്ന് നാഗസൈരന്ധ്രി മൂളിയ പോലെ ഒന്ന് മൂളിയാൽ മതി, ഒട്ടനെ കല്യാണം 4 or 5 വേണമെങ്കിൽ കിട്ടും പെണ്ണിന്. ആണിൻ്റെ സ്ഥിതി പെണ്ണിനെ കിട്ടാണ്ട് നട്ടം തിരിയുന്ന ചെറുപ്പക്കാരെ കൊണ്ട് അവരെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് മതിയായി. ഞാനിപ്പോൾ സമാധാനിപ്പിക്കാൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കും, എവിടെയെങ്കിലും പോയിട്ട് പെണ്ണ് കേട്ട് എന്ന് പറഞ്ഞ് ഉപദേശിച്ച് വിട്ടേക്കല. എന്ത് ചെയ്യാനാ? പിന്നെ ഒന്നാമത് ഇപ്പോൾ ക്ലാസ് 1 ഉള്ള ആൾക്കാർക്ക് അല്ലെ ക്ലാസ് 2 വരെ ഉള്ളവർക്ക് പെണ്ണ് കിട്ടുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പെൺകുട്ടികൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി, അതാണ് വിഷയം. അല്ലേ വേണ്ട. അപ്പോൾ ക്ലാസ് 3ഉം ക്ലാസ് 4ഉം ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. അവരില്ലെങ്കിൽ ഈ ഭൂമി തന്നെ നടക്കില്ല. ഇപ്പോൾ ഡ്രൈവർ ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അപ്പുറമോ ക്ലാസ് 3യിൽ പെട്ടവരാണ് അവരൊക്കെ. അപ്പോൾ ഈ ഒരു പിന്നെ എന്താണ് തേപ്പുകാരനിലെ വീട് പണിയാൻ പറ്റുമോ? ക്ലാസ് 3ഉം ക്ലാസ് 4ഉം ഇല്ലെങ്കിൽ സെക്ഷൻ തിരിക്കുന്നതല്ല ഞാൻ, അത് പണ്ടേയുള്ള തിരിവാണ്, ആ തിരിവ് പറഞ്ഞെന്ന് മാത്രം. അവർക്കാണ് പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ക്ലാസ് 1ഉം ക്ലാസ് 2നും ഒക്കെ ഒരു പ്രശ്നവുമില്ല. അത് പെൺകുട്ടികളുടെ ഒരു മാനസിക മൈൻഡ് സെറ്റ് മാറി, അതാണ് കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട്. അപ്പം ഈ പറയുന്ന ക്ലാസ് 1ഉം ക്ലാസ് 2 തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാനെന്തിന് ക്ലാസ് 3നെയും ക്ലാസ് 4നെയും തിരഞ്ഞെടുക്കണം? ഇതാണ് പെണ്ണിൻ്റെ മൈൻഡ് സെറ്റ്. ഇപ്പോൾ വലിയൊരു അത് കുറ്റമായിട്ടോ പറയാൻ പറ്റുമോ? ഇല്ല, അവരെ കുറ്റമായിട്ടും പറയാൻ പറ്റില്ല. ഞാനിതൊക്കെ സാമൂഹികമായ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചിട്ടാണ് ഇത്തരം വർത്തമാനം പറയുന്നത്. ഞാൻ പറയുന്നത് ഈ പറയുന്ന വിഭാഗവും ശരിക്കും സമൂഹത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്ന ഇവരാണ്. ബംഗാളി വന്നാലും ഒരു മേസ്ത്രി, നമ്മളെ നാടൻ മേസ്ത്രിയില്ലേ, വീടിൻ്റെ കാര്യം കൊളാവും. അപ്പോൾ ഇങ്ങനെയുള്ള അതേപോലെ ആശാരിയില്ലെങ്കിൽ എന്താണ് കഥ? എന്തെങ്കിലും ഒരു സാധനം നമുക്ക് നിർമ്മിക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അതൊരു വലിയൊരു സാമൂഹികമായ ഒരു പ്രശ്നമാണ്. നാഗസൈരന്ധ്രി തന്നെ നമ്മളെ രക്ഷിക്കേണ്ടി വരും, അല്ലാതെ വേറെ ആര് രക്ഷിക്കാൻ? ഇനി ഒരു കോളുണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പേരാവൂര്, പറയൂ. മെയ് 21, 2004 പകൽ 12:34. മെയ് 21, മെയ് 21, 2004. ആ സമയം പറയാം. പകല് 12:34. പകല് 12:34. ഓക്കെ ഓക്കെ. എന്താണ് അറിയേണ്ട വിഷയം? മകള? മകള്. ആ ശരി. പഠിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പഠിപ്പ് വേണ്ടത്ര ഉണ്ടാവില്ല. ഇപ്പോൾ രാഹുവിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ്. ബിടെക്കിന് പഠിക്കുന്നുണ്ട്, ഇപ്പൊ ലാസ്റ്റിലത്തെ കൊല്ലാണ്. ഇപ്പൊ ക്യാമ്പസ് എല്ലാം വരുന്നുണ്ട്, ഒക്കെ ജോലി കിട്ടുന്നുണ്ട്. അതെ, 26 കഴിഞ്ഞാൽ 26 വരെ അവൾക്ക് സമയം മോശമാണ്. 26 3-ാം മാസം വരെ. അതിനുശേഷം 26, അതായത് ഇനി 4 മാസം, മാർച്ച് വരെ. മാർച്ച് വരെ. അപ്പോൾ അതിനുശേഷം മാത്രം കുറച്ച് കാര്യങ്ങൾ, അന്തരീക്ഷങ്ങൾ മാറും. അതുവരെ ഒക്കെ സമയം അത്ര ഗുണമല്ല. ഇപ്പം ജോലിക്കെല്ലാം വരുന്നല്ലോ, ലാസ്റ്റ് വരെ ലാസ്റ്റ് റൗണ്ട് എന്താ ഔട്ടാവും കേട്ടോ. സ്വാഭാവികം മാത്രമാണ്. അഥവാ കിട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല, ചെറിയ ശമ്പളം കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല നിലയിലായിക്കോളൂ. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ദശാസന്ധി ഉണ്ട്, ആ സന്ധിയും കൂടി കഴിയണം. അതായത് അടുത്ത ദശാസന്ധി എന്ന് പറയും. അത് 3 മാസം മിനിമം. 6 മാസമാണ്, പക്ഷെ 3 മാസം മിനിമം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും ജൂണ് കഴിയും. ജൂണ് കഴിയുമ്പോൾ നിങ്ങളെ മോള് പച്ച പിടിക്കും.
അവളോട് ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറയൂ, ജൂൺ കഴിഞ്ഞാൽ നല്ല ജോലിയെല്ലാം കിട്ടുമെന്ന്. ഏത് കോളേജിലാ പഠിക്കുന്നത് ഇപ്പോ? ബാംഗ്ലൂർ ആചാര്യ കോളേജ്. ആചാര്യ. ശരി ശരി. ഓക്കെ. അപ്പൊ ഏതായാലും ഇത് കഴിയട്ടെ. കല്യാണത്തിന്റെ എല്ലാം അതൊക്കെ കല്യാണം ഞാനിപ്പൊ പറഞ്ഞു നാവ് വെച്ചിട്ടല്ലേ ഉള്ളു, വെറുതെ എന്തിന്. അല്ലെങ്കിൽ ഇത് പിന്നെ എന്താ പറയാ, ദീപനാളം പോലത്തെ പെൺകുട്ടിയല്ലേ, ഇവക്ക് എന്ത് കല്യാണത്തിന് പ്രശ്നം വന്നിന്? കത്തിച്ച് വെച്ച നിലവിളക്ക് പോലെയല്ലേ നിങ്ങളുടെ മോള്. പിന്നെ എന്തോന്ന് കല്യാണത്തിന് എന്തോന്ന്. ക്യാമ്പസ് ബാങ്ക് എല്ലാം ലാസ്റ്റ് ഔട്ടാകുമ്പോ അത് അവളോട് പറയൂ, അവളുടെ സമയം ഏറ്റവും പിഴച്ചതാണെന്ന് ഇന്ദുലാൽ നാരായണൻ പറഞ്ഞു അവളോട് പറയൂ. എന്നാ പിന്നെ അവളോട് പറഞ്ഞു ഈ ചെറിയ കാലം മാത്രമേ ഉള്ളൂ എന്ന് പറയൂ. എന്തിനു വെറുതെ എന്തിനു ടെൻഷൻ അടിക്കുന്നു കേട്ടോ. ഒക്കെ നന്നായി വരും. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ എന്താണ് പറയുക, പിന്നെ നമ്മളെ കാര്യത്തിലേക്ക് വരാം. അതായത് ദേവിയുടെ പിന്നെ പരാശക്തിയെക്കുറിച്ച് പറയുക എന്നുള്ള ഓരോരുത്തരും ഓരോരോ നിയോഗങ്ങളായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഈ ഭൂമിയിൽ വേണം. അക്കൂട്ടത്തിൽ ഞാനും ഒരുത്തനും ഇങ്ങനെ എൻ്റെ നിയോഗങ്ങൾ പൂർത്തീകരിക്കുന്നു. എൻ്റെ നിയോഗം ദേവിയെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് 1ഉം ക്ലാസ് 2ഉം ക്ലാസ് 3ഉം ക്ലാസ് 4ഉം അങ്ങനെ ഞാൻ പിന്നെ കള്ളിയിട്ട് തിരിച്ചതൊന്നുമല്ല. ആരും തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല. ഞാൻ യഥാർത്ഥ വസ്തുത എവിടെയും പറയുക എന്നുള്ളത് എൻ്റെ രീതിയാണ്. ഞാനിതിൽ 4ലും പെടാതെ ഒരുത്തനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും ഒരു വർത്തമാനവും പറയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ദൈവത്തെക്കുറിച്ച് പറയാനും ആൾ വേണം, എന്തിനും ആൾ വേണം, എല്ലാ സെക്ഷനും ആൾ വേണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ നിയോഗം തമ്പുരാട്ടിയെക്കൊണ്ട് വല്ല ഭഗവതിയെക്കുറിച്ച് ഇതിനോട് താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും താല്പര്യമില്ലാത്തവൻ അയാളതാ തുടങ്ങി അയാളെ തമാശ നിർത്തി അയാൾ ദേവിയിലേക്ക് പോയി, പിന്നെ എണീറ്റ് പോയി കളിയും, എഴുന്നേറ്റ് പോവും എൻ്റെ മുന്നിൽ നിന്ന്. അയാൾക്ക് താല്പര്യമില്ല. പിന്നെ ഇപ്പം ദേവിയെക്കുറിച്ച് പറയുമ്പോൾ തമാശയുള്ളത് കൊണ്ട് ചിലപ്പോൾ അവിടെ തന്നെ ഇരിക്കും എഴുന്നേക്കാതെ. എന്താണ് ഇയാൾ പറയുന്നത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യാദേവി സർവഭൂതേഷു ജാതി രൂപേണ സംസ്ഥിത. ജാതി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജാതി മതം അതിൽപ്പെട്ട് പെടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അത് തെറ്റിദ്ധാരണ പാടില്ല. ഒരു കോളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒരു കോളുണ്ട്. ഹലോ ഹലോ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂര്. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 1982 ഒക്ടോബർ 21. ഓക്കെ. സമയം പറയൂ. 6:25. ആരാണ് അടുത്ത് നിന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്? മോളാ? അവളടുത്ത് നിന്നിട്ട് ഇങ്ങനെ പിരികേറ്റാണ്. എന്താണ് 6:25 വൈകുന്നേരമാണോ രാവിലെയാണോ? 6:25 രാവിലെ. ശരി. ഓക്കെ. ആരുടേതാണ്? എന്താണ് അറിയേണ്ട വിഷയം? തൃക്കേട്ട നക്ഷത്രം കിഴവാനല്ലേ? അതിങ്ങനെ കിഴവാൻ്റെ പാവല്ലേ? എന്താ ചെയ്യുക, സമയമെല്ലാം മോശ. സമയം 27 വരെ മോശമാണ്. ഇപ്പം ശരീരമെല്ലാം ഓക്കെ അല്ലേ? കണ്ണിനോ അല്ലെങ്കിൽ കാലിനോ ഒക്കെ വേദനയോ ഒക്കെ ഉണ്ടോ?
എങ്കിൽ അതൊക്കെ വരുന്ന് നോക്കണം. 27 വരെ ഉണ്ട് സമയം. അത് കഴിഞ്ഞാലാണ് സമയം തെളിയുള്ളൂ. അപ്പോൾ 2027 10-ാം മാസം വരെ ഉണ്ട്. ഇനി 1 കൊല്ലം 11 മാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് വേണം നീങ്ങാൻ. ഇപ്പം ഈ കണ്ണ് ഓക്കെ തന്നെയല്ലേ? കണ്ണട വെച്ചിട്ടില്ലല്ലോ? അത് ശരി. അപ്പോൾ പിന്നെ കണ്ണ് ഓക്കെ. 43 വയസ്സിൽ അങ്ങനെ അത് പവർ കുറച്ച് കൂടിയ കണ്ണടയാണോ? അല്ല. അപ്പോൾ കൃത്യമായിട്ട് കണ്ണട മാറ്റുകയും പിന്നെ കണ്ണിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കണം. ഒന്ന് പിന്നെ ഈ വഴുതി വീഴുന്നതും മറ്റൊക്കെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത്. ഡിസ്ക് സംബന്ധമായിട്ട് ഡിസ്കിന് ഇപ്പം വേദന ശരീരത്തിൽ എവിടെയും അനുഭവപ്പെടുന്നില്ലല്ലോ? തുറന്നു പറയണം. ഈ ഇവിടെയോ ചുമലിനോ അല്ലെങ്കിൽ പിന്നെ ഈ ജോയിൻറ്റിനോ എവിടെയും ഇല്ലല്ലോ? നല്ലോണം ആലോചിച്ചിട്ടാണോ പറയുന്നത്? എന്തോന്ന് ഈ പറയുന്നത്, ചോദിക്കുന്നത് എന്താ? ഞാൻ അത് തന്നെയല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നടുവിൻ്റെ അതല്ലേ ഈ ഡിസ്ക് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാതെ സംസാരിക്കുന്നത്? അതായത് നടുവിന് ചെറിയ പ്രയാസങ്ങൾ ഇപ്പോൾ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നതല്ല. അതായത് നടുവിന് ഇപ്പോൾ ചെറിയ ഡിസ്കിൻ്റെ അവിടെ ചെറിയ ഇതുണ്ട്. അതിനെന്തെങ്കിലും കൂടുതലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പറ്റിയ ന്യൂറോൻ്റെ സർജനെയൊക്കെ കാണിച്ചിട്ട് എന്താണ് വിഷയം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അത് ഈ ജാതകപ്രകാരം ഈ 2 കൊല്ലം അത്രമാത്രം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ഒരു ദേവി സത്യമായിട്ട് ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നതല്ല. ഞാൻ എൻ്റെ ഈ വർത്തമാനം നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിക്കണം. ഇങ്ങനെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് പിന്നെ ഞാൻ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങളെ ജാതകത്തിൽ നല്ലത് മാത്രമല്ല ഞാൻ കാണുന്നത്. പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവതിയാണെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ നല്ലതാണ്. പണത്തിനും നിങ്ങൾ മുട്ടിപ്പോവില്ല. നിങ്ങളെപ്പോഴാണ് പണത്തിന് വല്ലാതെ ദാരിദ്ര്യം അനുഭവിച്ച ഒരു സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പെങ്ങളെ? കുട്ടിക്കാലം മുതൽ നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുള്ള സ്ഥലത്ത് പണം വന്നിട്ടുണ്ട് എന്നാണ് ഫലം പറയേണ്ടത്. നിങ്ങൾ ജനിച്ചതിന് ശേഷം നിങ്ങളെ വീട്ടിൽ പോലും പണം വന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത്. അതായത് അങ്ങനെ ദാരിദ്ര്യം ഒന്നും ഇല്ല. ഈ പണക്കാരിന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പണത്തിന് മുട്ടില്ല. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെന്ന് പണ്ട് പാട്ടുപോലെ. നിങ്ങൾക്ക് അന്നത്തിന് മുട്ടുണ്ടോ? വസ്ത്രത്തിന് മുട്ടുണ്ടോ? പിന്നെ എന്താണ്? പിന്നെ ബാക്കി എന്താ? ഈ അട്ടിക്ക് ഇങ്ങനെ വെക്കണം. നിങ്ങൾ അതോ എനിക്ക് കടമില്ലേ? അട്ടിക്ക് വെക്കുന്നതാണോ വലിയ കാര്യം? അങ്ങനെ അട്ടിക്ക് വെക്കണമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നമ്മളെ കാര്യം നടക്കാൻ പണം വേണം. വേറെ എന്താണ് നമുക്ക്? എന്താണ് ഇപ്പം കടം വീട്ടുന്നില്ലേ? പിന്നെ മാനേജർ വീട്ടിൽ വന്നിട്ട് ഒച്ചയുണ്ടാക്കുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. കാരണം അതായത് അതൊക്കെ നിങ്ങളുടെ ജാതകത്തിലെ പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ഹെൽത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ ഞാൻ കാണുന്നു. പിന്നെ നിങ്ങളോട് പറയാൻ എനിക്ക് പേടിയാണ്. നിങ്ങളുടെ മനസ്സിന് ലെവലേശം കട്ടിയില്ലാത്തൊരു സ്ത്രീയാണ്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ ഉറങ്ങില്ല എന്നുള്ള അതായത് എൻ്റെ പേടി. നിങ്ങളോട് പറയാനും പേടിയാവുന്നു എനിക്ക്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നു മുതൽ വെറുതെ എന്നോട് ഇന്ദുലാൽ നാരായണൻ ഇങ്ങനെ പറഞ്ഞു മറ്റു ഉരുകിക്കളിയോ എന്നുള്ള അറിയില്ല. അങ്ങനെ വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ മാരക രോഗം വരുമെന്നോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എഴുതാപ്പുറം വായിച്ചുകള എന്നൊരു സ്വഭാവമുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് എഴുതാപ്പുറമൊന്നും വായിക്കരുത്. ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ പോയി കണ്ട് അതിൻ്റെ വ്യക്തത വരുത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഡിസ്ക് സംബന്ധമായിട്ട് പ്രത്യേകിച്ചിട്ട് അതുപോലെ കണ്ണിൻ്റെ കാര്യത്തിൽ ഈ 2 കാര്യത്തിൽ നിങ്ങൾ വ്യക്തത വരുത്തണം. ഇതേ മാത്രമേ ഞാൻ ഉപദേശിച്ചിട്ടുള്ളൂ. വേണ്ടാതെ ഒന്നും വിചാരിച്ചിട്ട് വെറുതെ ഉറക്കില്ലാതാക്കരുത്. അതെനിക്കതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന് ഒട്ടും കട്ടിയില്ല. ഓറിങ്ങനെ എന്നോട് പറഞ്ഞില്ല ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സ് ഉരുക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാം നന്നായി വരും. കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ ആന്തരികമായ സത്ത മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. അത്രയേ വേണ്ടുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ?
ആ എല്ലാം നന്നായി വരട്ടെ. ദൈവാനുഗ്രഹം പൂർണ്ണമായിട്ടുള്ള സ്ത്രീയാണ്. വളരെ മംഗളമായിട്ട് തന്നെ ജീവിതം മുമ്പോട്ട് പോകും. ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ജാതി നമ്മളെ എന്താണ് പിന്നെ മനുഷ്യനായ മനുഷ്യത്വം വേണം എന്ന് പറയും. മൃഗങ്ങൾക്ക് മൃഗീയത, അതൊക്കെ തന്നെയാണ് ഈ ജാതി എന്ന് പറയുന്നത്. ഓരോ ജാതിക്കും ഓരോന്ന്. പക്ഷെ മനുഷ്യന് മനുഷ്യത്വം വേണമല്ലോ. ഇപ്പം മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണല്ലോ ആരെയും ഭയപ്പെടുത്താണ്ടും അഥവാ ചില ദോഷങ്ങൾ പറയുമ്പോഴും അതൊന്നും ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നത് അത് മനുഷ്യത്വമാണ്. എന്നിൽ മനുഷ്യത്വമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ പേടിപ്പിക്കൽ മാത്രമേ ഉണ്ടാവൂ. അത് അവരെ സമാധാനിപ്പിക്കാനോ അവരെ ഇതാക്കാനോ ഒന്നും അല്ല. എവിടെയെങ്കിലും കുറച്ച് മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മരുന്ന് തേച്ചു കൊടുക്കുന്നവരും അവിടെ മുളക് തേക്കുന്നവരും ഉണ്ട്. അത് മനുഷ്യത്വരഹിതമായ പരിപാടിയാണ് ഈ മുളക് തേക്കുന്ന പരിപാടി. ആരെങ്കിലും മുറിഞ്ഞിട്ട് ഒരുത്തൻ വേദനയും കൊണ്ട് വന്നാൽ അവിടെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പച്ചയെങ്കിലും പിന്നെ പിഴിഞ്ഞിട്ട് ആ വെള്ളം ഉറ്റിച്ച് കൊടുക്കുമല്ലോ മനുഷ്യനാണെങ്കിൽ. അതിന് പണ്ടത്തെ കാലത്ത് അതാണല്ലോ പ്രധാന മരുന്ന്. അപ്പോൾ ഇത് അത്രയെങ്കിലും ചെയ്യുമല്ലോ. അതിന് പകരം മുളക് പൊടി എടുത്ത് ഇട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതേപോലത്തെ അതാണ് മൃഗീയമായ പരിപാടി. അത് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ എന്താണ്, പൂച്ചക്ക് പണ്ടത്തെ ഒരു ചൊല്ലാണ്, പൂച്ചക്കെലിയോട് സ്നേഹം തോന്നി ആ പൂച്ച പട്ടിണി കിടന്ന് ചത്തുപോകുന്നു. അത് അന്നത്തെ കാലത്തെ. ഇന്നിപ്പം പൂച്ചയെ കണ്ട എലിയെ കണ്ട പൂച്ച ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ പൂച്ചയൊന്നും എലിയെ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇതിനിടെ ഒരു എലിയെ കിട്ടിയപ്പോൾ അവർ തമ്മിൽ കളിക്കുന്നതാണ് ഞാൻ കണ്ടത്. അതിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക, അതിനെ പോകാൻ വിടുന്നില്ല, നീ പോകാൻ വരട്ടെ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ മുറുകെ പിടിക്കുക. ഇങ്ങനത്തെ കളിയാണ് ഞാൻ കണ്ടത്. കാരണം ഭക്ഷണം ഇഷ്ടം പോലെ ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലെ കുഞ്ഞോളെ കണ്ട ഒരുപാട് പേരുണ്ടല്ലോ. കുഞ്ഞോളെന്നാണ് അവളുടെ പേര്. ഇനി അവളുടെ പേരും പറയാതിരിക്കണ്ട. അപ്പോൾ ഈ കുഞ്ഞോള് ഇങ്ങനെയാണ് ചെയ്യുന്നതുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് പൂച്ചക്ക് എലിയെ തിന്നില്ലെങ്കിൽ പൂച്ച പട്ടിണി കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത് പൂച്ചക്ക് എലിയോട് ദയ തോന്നിയാൽ പൂച്ച പട്ടിണി കിടന്ന് മരിക്കുമെന്ന്. അത് നമ്മളെ ഈ മറ്റുള്ള കാര്യത്തിലും ഇപ്പോൾ ഒരു ജ്യോത്സ്യ പണിയെടുക്കുന്നവന് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത വരുന്നു രോഗിയുടെ സങ്കടം കേട്ട് ഡോക്ടർ മനസ്സലിയുന്നു. ഇനി ആരോടും ഫീസ് മേടിക്കാതെ അങ്ങനെ ഒരു ഡോക്ടറെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ മരിക്കുമ്പോൾ 10-40 ലക്ഷം റുപ്യ കടായിരുന്നു. അയാളുടെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇതായിരുന്നു പണി. ഏതെങ്കിലും രോഗി വന്നു കഴിഞ്ഞാൽ സങ്കടം കേട്ടാൽ ഫീസ് മേടിക്കില്ല, മരുന്നിനുള്ള പൈസ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഡോക്ടർക്ക് 40 ലക്ഷം റുപ്യ കടായി. സത്യം ആ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, അയാളുടെ ഭാര്യ. ഇപ്പോൾ ഈ ദയ കൂടിപ്പോയി ഡോക്ടർക്ക്. ഇന്ന് MRI സ്കാനിങ്ങിന് വിട്ടിട്ട് അതിൻ്റെ കമ്മീഷൻ മേടിക്കുന്ന ഡോക്ടർമാർക്ക് ധാരാളമുള്ള ഈ ലോകത്തിൽ ഇത്തരത്തിലുള്ളൊരു മനസ്സ് വെച്ച ഡോക്ടർ. അത് അമ്മനുഷ്യനല്ല അമ്മനുഷ്യൻ എന്നെ ഞാൻ കണ്ടിട്ടുമില്ല. അയാളുടെ ഭാര്യ പറഞ്ഞതാണ് എന്നോട്, എന്നെ കാണാൻ വന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യനായ മനുഷ്യത്വം അത് കൂടിപ്പോയാലും ഭയങ്കര. ഈ ഡോക്ടർക്ക് അത് കൂടിപ്പോയി. അതുകൊണ്ട് മരിക്കുമ്പം കടക്കാരനായി. പിന്നെ അയാൾ അച്ഛനായിട്ടും ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അതവർക്ക് വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ തെണ്ടിപ്പോയായിരുന്നു എന്നാണ് പറഞ്ഞ ഭാര്യ. ഭർത്താവിൻ്റെ ഈ സ്വഭാവം ഭർത്താവിൻ്റെ അച്ഛൻ നല്ലവണ്ണം ഉണ്ടാക്കി വെച്ചിരുന്നു പോലും. അയാൾക്കാരോടും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ ഉണ്ടാക്കി വെച്ച സ്വത്തുള്ളത് കൊണ്ട് ഈ ഭർത്താവ് മരിച്ചപ്പോൾ ഭർത്താവിൻ്റെ ആ പാരമ്പര്യ സ്വത്ത് വീട്ടിട്ട് കടമൊക്കെ വീട്ടി. അങ്ങനെയാണ്. അപ്പോൾ അത് മനുഷ്യനായ മനുഷ്യത്വം വേണം. മൃഗങ്ങളായാൽ ആ മൃഗത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും, മൃഗീയതയുണ്ടാവും. അങ്ങനെ കുടികൊള്ളുന്നത്, അതാണ് ജാതി എന്നുള്ളത് ഇവിടെ വിവക്ഷിക്കുന്നത്. അല്ലാതെ ഈ തീയൻ നമ്പ്യാർ മറ്റേ പട്ടികജാതി മറ്റേത് മറിച്ചത് അങ്ങനെയല്ല. പിന്നെ മുസ്ലിം, ഹിന്ദു, പിന്നെ ക്രിസ്ത്യൻ അങ്ങനെയല്ല. അതൊന്നും ദേവിക്കില്ലെന്നാണ് പറയുന്നത്. ദേവിക്ക് അത്തരം ഇതിലൊന്നും വലിയ
പരാശക്തിക്ക് അങ്ങനെയുള്ള ജാതി സമ്പ്രദായങ്ങളൊന്നും അതൊന്നും ദേവിക്ക് ഇഷ്ടവുമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്തരത്തിലുള്ള മനുഷ്യനെ വേർതിരിച്ച് കാണുന്നതൊക്കെ ദൈവീ വിരുദ്ധവുമാണെന്നാണ് ഞാൻ പഠിച്ചത്. ദൈവനിഷേധമാണത്. എല്ലാം മനുഷ്യരാണ്, അങ്ങനെയേ കാണാൻ പാടുള്ളൂ. അവരെ മറ്റു രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരുത്തൻ അവൻ അധകൃതൻ എന്ന് പറഞ്ഞുകൊണ്ട്, പണ്ടത്തെ പോലെ, പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. പണ്ട് എന്താണ് ഇതിനിടെ ഒരുത്തൻ പറഞ്ഞതുപോലെ ചിരട്ട കെട്ടി നടക്കേണ്ടി വന്ന ഗതികേട്. കാരണം ചിരട്ട കെട്ടി തൂക്കണം കഴുത്തിൽ, എന്നിട്ട് തുപ്പാൻ വന്നാൽ ഈ ചിരട്ടയെ തുപ്പിക്കൊള്ളുക, നിലത്ത് തുപ്പരുത്. അങ്ങനെയുള്ള കാലമെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ, ഇല്ലെന്നൊന്നും ആരും പറയണ്ട. പൊന്തക്കാടിലൂടെ നടന്നു പോയ മനുഷ്യൻ്റെ കഥയുണ്ട്. വലിയ പഴക്കമൊന്നുമില്ല, 80 കൊല്ലം പഴക്കമേ ഉള്ളൂ. കേരളം ഇത്ര വലിയ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വെറും 3 തലമുറക്ക് മുമ്പേ ജീവിച്ച മനുഷ്യരെ നമ്മൾ ഓർമ്മിക്കണം. അത് നമ്മൾ മനസ്സിന്നൊരിക്കലും പോകാനും പാടില്ല. അതിൻ്റെ അകത്തുനിന്ന് പിന്നെ മാറി മാറി വന്നതാണ്. ഇന്നിപ്പോൾ അത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞാൽ അടി എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊന്നും ഇനി തിരിച്ചു വരും തോന്നില്ല. എങ്കിലും അതൊക്കെ ഉണ്ടായിരുന്നു, ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് പിന്നെ ഇവിടെ ദേവിയുടെ ഈ ദേവി മഹാത്മ്യത്തിൽ ജാതി എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് അതിനെ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം ഞാൻ വിടുന്നു. ഏതായാലും ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. ജ്യോതിഷ സംബന്ധമായ ഫലങ്ങൾ അറിയേണ്ടവർക്കും അതേപോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടവർക്കും എന്നെ ബുക്ക് ചെയ്തുകൊണ്ട് കാണാവുന്നതാണ്. ബുക്ക് ചെയ്തവരെ മാത്രമേ ഞാൻ നേരിട്ട് കാണുന്നുള്ളൂ. അതിൽ തന്നെ ജാതക ചിന്ത മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ചിന്തയോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ, മറ്റ് ജ്യോതിഷ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ എന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കും, മുഹൂർത്തം പറഞ്ഞു തരും. അതൊക്കെ ഓൺലൈനിലാണ്. അതേപോലെ ജാതകവും ഓൺലൈനിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വാട്സാപ്പ് ഇതേ നമ്പറിൽ തന്നെ 9388504419 എന്നുള്ള ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഡേറ്റും ടൈമും അയച്ചു കഴിഞ്ഞാൽ, ബുക്ക് ചെയ്ത് അങ്ങനെ വരാം. ഡേറ്റും ടൈമും അയച്ച് ദക്ഷിണ ഗൂഗിൾ പേ വഴി അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫലം പറഞ്ഞു തരും. ഏതിനും അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.